ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശേഖരനും മുത്തശ്ശിയും രാധാമണി തങ്കച്ചിയൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ശേഖരനും രാധാമണി തങ്കച്ചിയും കൂടെ ഇങ്ങനെ പറയാണ്, ശേഖരൻ ഇങ്ങനെ പറയാണ്, അച്ഛൻ ഇതെന്താ പറ്റിയേ, അച്ഛൻ ഇങ്ങനത്തെ പരിപാടി കാണിക്കുകയാണെങ്കിൽ അച്ഛന് അങ്ങോട്ടേക്ക് വിടണ്ടായിരുന്നു, ഗൗരിക്കരികിലേക്ക് വിടണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ആ സമയത്ത് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ മഹാദേവനും ഗൗരിയും കൂടി അങ്ങോട്ടേക്ക് വരുന്നത്. അമ്മേ എന്നൊക്കെ വിളിച്ചുകൊണ്ടാണ് നമ്മുടെ മഹാദേവൻ ഭയങ്കര സന്തോഷത്തോടു കൂടി കയറി വരിക. ഗൗരി ഇപ്പോഴും അറിഞ്ഞിട്ടില്ല അവിടെ ശങ്കർ ഇല്ല എന്ന്. നോക്കമ്മേ, ഞാൻ ആരെയും കൊണ്ടുവന്നേക്കുന്നതെന്ന്, അമ്മയ്ക്ക് സന്തോഷമായില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ നമ്മുടെ മഹാദേവൻ. എന്നിട്ടൊരു ചിരിയും ചിരിക്കുക. അമ്മ മണിയൊന്നടിച്ച് പറഞ്ഞ് അമ്മയ്ക്ക് സന്തോഷമായിന്ന്, എന്നാലേ എനിക്ക് വിശ്വാസം വരുള്ളൂ. അങ്ങനെ മണിയടിച്ച് പറയാണ് നമ്മുടെ മുത്തശ്ശി. അപ്പോഴാണ് നമ്മുടെ കമല അങ്ങോട്ടേക്ക് വരുന്നത്. എന്നിട്ട് നമ്മുടെ മഹാദേവൻ ഗൗരിയോട് പറഞ്ഞു, മോളെ ഗൗരി, ശങ്കർ നിന്നെ കാത്തിരിക്കുക, ചെല്ല്, അങ്ങോട്ടേക്ക് ചെല്ല്, വേഗം അങ്ങോട്ടേക്ക് ചെല്ല്. അവിടെ നിന്നെ ശങ്കർ കാത്തിരിക്കുക. അപ്പോഴേക്കും നമ്മുടെ കമല അങ്ങോട്ടേക്ക് വന്നിട്ട്, ഗൗരി അവിടെ നിൽക്കുക, നീ എവിടെയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. ഗൗരിയെ മുറിയിലേക്ക് വിടണ്ട എന്ന് കരുതിയിട്ടാണ്. അതായത് ഗൗരിയെ മുറിയിലേക്ക്, അവിടെ ശങ്കർ ഇല്ലാന്ന് കമലയ്ക്ക് അറിയാലോ. ഗൗരി, നീ എന്തായി നോക്കി നിൽക്കണേ, കുട്ടിശങ്കർ നിന്നെ വെയിറ്റ് ചെയ്യാ, നീ മുറിയിലേക്ക് ചെല്ല് എന്ന് പറഞ്ഞിട്ട് ഇവളെ പിടിച്ചങ്ങോട്ട് തള്ളുക കേട്ടോ. ഇവർക്ക് ഇത് എന്ത് പറ്റിയെന്ന് മനസ്സിലാവാതെ നമ്മുടെ ഗൗരി മുകളിലേക്ക് കയറി പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും ശേഖരനോട് മഹാദേവൻ പറഞ്ഞു, അവൾ ആ മുറിക്കകത്ത് കയറി അന്നേരം അവളെ പൂട്ടിക്കണം, പിന്നെ ആ 4 ചുവരിന്റെ പുറത്തേക്ക് അവൾ ഇറങ്ങിയേക്കരുത്. ഇതൊക്കെ ഗൗരി കേൾക്കുകയും ചെയ്തു. ഗൗരി ഇറങ്ങി വന്നിട്ട്, നിങ്ങൾ എന്തായി ചെയ്യുന്നത്, നിങ്ങൾ എന്തായി കാണിക്കുന്നത്, ശങ്കർ ഇപ്പോൾ വന്നു എന്ന് പറഞ്ഞിട്ടല്ലേ ഇങ്ങോട്ടേക്ക് എന്നെ കൂട്ടിക്കൊണ്ട് വന്നത്, നിങ്ങളുടെ മകനല്ലേ ശങ്കർ, നിങ്ങളുടെ മകനെ നിങ്ങൾക്ക് കണ്ടെത്തണ്ടേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക കേട്ടോ. നിന്നെയേ ഞങ്ങളൊരു കൂട്ടിലിട്ടിട്ട് ആ കൂട് അങ്ങോട്ട് പൂട്ടാൻ പോവാ കേട്ടോ, അതാണ് ഞങ്ങളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. നീ ആ കൂട്ടിക്കിടന്ന് കൈകാലിട്ട് അടച്ചാൽ മതി. ആ റൂമിന്റെ 4 ചുമരാണ് ഇനി നിന്റെ ലോകം, അവിടെ നിനക്ക് ഭക്ഷണം തരും. ശേഖര, ഇവളെ കൂട്ടിക്കൊണ്ട് പോ. അങ്ങനെ ശേഖരൻ ഗൗരിയുടെ കയ്യെ പിടിച്ച് വലിച്ചുകൊണ്ട് പോവാണ് മുറിക്കകത്ത് കൊണ്ട് പൂട്ടിയിടാനായിട്ട്. രാധാമണി തങ്കച്ചിയും കമലയും മഹാദേവനൊക്കെ കൂടി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേക്കും മുത്തശ്ശി മണികിലിക്ക് ഇത് വേണ്ട എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പം മുത്തശ്ശിയോട് മിണ്ടരുത് എന്ന് മഹാദേവൻ ഇങ്ങനെ പറയാം. എന്തായാലും നമ്മുടെ ഗൗരിയെ കൊണ്ടുപോയി മുറിയിൽ പൂട്ടിയിടുകയും ചെയ്തു. നിന്നെ ഇനി പുറത്തേക്ക് ഇറക്കി വിടുന്ന ഇതില്ല എന്ന് തന്നെ പറയാണ്. എന്തായാലും നമ്മുടെ ഗൗരി ചോദിച്ചു, ഗൗരിയുടെ സൗണ്ട് മാറിയിട്ടുണ്ട് കേട്ടോ. വേറെ നമ്മുടെ കൂടെവിടേക്കാത്ത പെണ്ണില്ലേ സൂര്യയുടെ സൗണ്ടാട്ടോ ഇപ്പോൾ ഗൗരിക്ക്. എന്തായാലും ഇതോ കുറച്ചുകൂടെ സ്യൂട്ടാവണമെന്ന് എനിക്ക് തോന്നുന്നു. ഇത് കേട്ട് കഴിയുമ്പോൾ എൻ്റെ തോന്നലാണോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. എന്തായാലും ഗൗരി ഇങ്ങനെ ചോദിച്ചു, ശേഖരനോട് ചോദിച്ചു, നിങ്ങൾ എന്തേ കാണിക്കണത്, നീ കുറെ അഹങ്കരിച്ചല്ലേടി, അതിനുള്ള ശിക്ഷയാണ് നിനക്ക് ഇപ്പൊ കിട്ടാൻ പോകുന്നത്. ഇനി ഈ മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയാൽ നിന്റെ ഒച്ച പോലും പുറത്താരും കേൾക്കത്തില്ല, നീ ഒരു പിടി ചാരമായിട്ട് മാറും, നിന്റെ ഒരു പിടി ചാരം പോലും വീട്ടുകാർക്ക് കാണാൻ പറ്റില്ല, അത് നീ ഉറപ്പിച്ചോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കഥ പൂട്ടിയിട്ട് പോവാണേ. ശേഖരൻ പൂട്ടിയിട്ട അച്ഛനരികിലേക്ക് വരും. അപ്പോഴേക്കും ദേഷ്യത്തോടെ മണി കിളിക്കൊണ്ടിരിക്കുകയാണ് മുത്തശ്ശി. അമ്മ, ഈ മണി കിളിക്കണ പരിപാടി ഒന്ന് നിർത്തൂട്ടോ, ഞങ്ങൾ ആരുടെ ശത്രുവല്ല, എനിക്ക് ആരുടെ നാശം കാണുകയും വേണ്ട അമ്മ, നമ്മുടെ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാ എനിക്ക് ഈ കുടുംബത്തിന്റെ നാശം കാണണമെന്ന് യാതൊരുവിധ ആഗ്രഹവും ഇല്ല. അമ്മയ്ക്ക് അറിയാലോ, 10-15 കൊല്ലം മുമ്പാണ് ഞാൻ എൻ്റെ ഈ കൈ കൊണ്ട് ഒരാളെ കൊന്നിട്ടുള്ളൂ. അതിനുശേഷം ഞാൻ ആരെയും കൊന്നിട്ടില്ല. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ഈ ഗൗരി ഈ തരത്തിൽ പോവുകയാണെങ്കിൽ ഗൗരി ഈ കൈ കൊണ്ട് തന്നെ ചാവും. ഇതൊക്കെ കേട്ട് കമല അന്തം വിട്ടിങ്ങനെ നിൽക്കുക കേട്ടോ. എന്തായാലും എൻ്റെ കുടുംബത്തിൻ്റെ ഈ ഒരു എൻ്റെ ഈ കുടുംബത്തിൻ്റെ ശാപം ഇല്ലാതാക്കണമെങ്കിൽ അവളെ നശിപ്പിച്ചേ പറ്റുള്ളൂ. ഈ പാപക്കറ ഞാൻ എങ്ങനെയാ കഴുകിക്കളയുക, എനിക്ക് മോശം കിട്ടണമെങ്കിൽ ഈ പാപക്കറ കഴുകിക്കളയണമല്ലോ. അമ്മയ്ക്ക് കാര്യം മനസ്സിലായല്ലോ അല്ലേ, പിടി കിട്ടിയെങ്കിൽ അമ്മ മണിയടിച്ചോ, കൂട്ടമണി. അപ്പോഴേക്കും ദേഷ്യത്തോടെ അമ്മ ഇങ്ങനെ നോക്കുക കേട്ടോ. അമ്മ എന്താ മണിയടിക്കാത്തേ, അമ്മയ്ക്ക് എന്തോ എന്നോട് പറയാനുണ്ടല്ലോ എന്ന് പറഞ്ഞ് മഹാദേവൻ അമ്മയ്ക്ക് അരികിലേക്ക് ചെല്ലുക. അപ്പോഴേക്ക് അമ്മ എന്ത് ചെയ്തു, നമ്മുടെ മഹാദേവന്റെ കഴുത്തിന് പിടിച്ച് അങ്ങോട്ട് ഞെക്കി പിടിക്കുക കേട്ടോ ദേഷ്യത്തോട് കൂടിയിട്ട്. അമ്മ എന്തുട്ടായി കാണിക്കണേ, കഴുത്തേന്ന് വിട്. അപ്പോഴേക്ക് രാധാമണി തങ്കച്ചി ശേഖരനോട് പറഞ്ഞു, ശേഖര നീ അച്ഛനെ രക്ഷിക്കടാ എന്ന് പറഞ്ഞ് മുത്തശ്ശി എന്തുട്ടായി കാണിക്കണേന്ന് ചോദിച്ചു ശേഖരൻ ചെന്നു. നമ്മുടെ മഹാദേവൻ ഇരുന്ന് ചുമയ്ക്കും കേട്ടോ. മുത്തശ്ശി കൈവിട്ട് കഴിഞ്ഞപ്പോഴേക്കും ചുമയൊക്കെ കഴിഞ്ഞിട്ട് മഹാദേവൻ ഇരുന്ന് ചിരിക്കുക. ചിരിയും ചുമയും. ഇത് കൊള്ളാട്ടോ അമ്മേ, ഇത് ഗംഭീരമായിട്ടുണ്ട്. ഈ മഹാദേവന്റെ അമ്മ തന്നെ എൻ്റെ സ്വന്തം പെറ്റമ്മയ്ക്ക് സ്വന്തം മോനോട്, അതായത് ചാരങ്ങാട്ട് മഹാദേവനോട് ഉള്ളതിനേക്കാൾ സ്നേഹം ആ ഗൗരിയോടാണല്ലേ, ഇന്നലെ കയറി വന്ന ആ പെണ്ണിനോട്.
ഉള്ള കാര്യം ഞാൻ പറയാലോ. അമ്മ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. ഈ ഒരു കാര്യം മാത്രം എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അമ്മയ്ക്ക് കാര്യം മനസ്സിലായി കാണുമല്ലോ അല്ലേ ഞാൻ എന്താ പറഞ്ഞതെന്ന് എന്നും പറഞ്ഞിട്ട് ഇവൻ ഇരുന്ന് ചിരിയോട് ചിരിയാണ് മഹാദേവൻ. ഇയാൾക്ക് അട്ടാന്ന് തോന്നുന്നത്. സൈക്കോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുണ്ട് ഒരു സൈക്കോ. എന്തായാലും രാത്രി ആയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ആ റൂമിൽ ഒരു ഫോൺ ബെല്ലടിക്കുകയാണ്, നമ്മുടെ ഗൗരിയുടെ റൂമിൽ. അപ്പം ശങ്കറിൻ്റെ ഫോണാണ്. എന്തായാലും ഫോൺ ഇവിടെ ഇരിക്കുകയാണല്ലോ എന്നൊക്കെ കരുതിയിട്ട് അവൾ ഫോൺ എടുക്കുക. ഫോൺ എടുത്ത് ഫോൺ ബെല്ലടിച്ചാരെന്നൊക്കെ ഇപ്പോൾ അജിത്താണല്ലോ എന്ന് പറഞ്ഞ് കോൾ എടുത്തിട്ട് പറഞ്ഞു, അജിത്തെ ഞാൻ പറയുന്നത് വിശദമായിട്ട് കേൾക്കണം. അജിത്ത് ഇങ്ങോട്ടൊന്നും പറയാൻ നിൽക്കണ്ട. അജിത്തും ജോജും കൂടി എത്രയും പെട്ടെന്ന് ചാരങ്ങാട്ടേക്ക് വരണം. നേരെയുള്ള വഴിക്ക് ഒരു കാരണവശാലും വരരുത്. വീടിൻ്റെ പുറകുവശത്ത് കൂടി വേണം വരാനായിട്ട്. അതായത് ഗൗരിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്നത്. മറ്റാരും കാണാനും പാടില്ല. നിങ്ങൾ എങ്ങനെ വരുമെന്നാണ് ഉദ്ദേശിക്കുന്നത്? അപ്പം ഞങ്ങൾ ബൈക്കിലാണ് വരുന്നത്. അജിത്തിന് ആരുടെയെങ്കിലും ഒരു വണ്ടി അറേഞ്ച് ചെയ്യാൻ പറ്റുമോ? ആരുടെയെങ്കിലും ഒരു വണ്ടി അറേഞ്ച് ചെയ്ത് നമുക്ക് എങ്ങനെയെങ്കിലും ശങ്കറിനെ കണ്ടുപിടിക്കണം. ശങ്കറിനെ കണ്ടുപിടിക്കാൻ എന്നോടൊപ്പം കൂടണം. ഇവിടെ ആരും ശങ്കറിനെ കണ്ടെത്താനായിട്ട് ഒന്നും ചെയ്യില്ല. അപ്പോഴേക്കും ഏട്ടത്തിയമ്മ ടെൻഷനൊന്നും അടിക്കണ്ട. ഞാനൊരു വണ്ടി അറേഞ്ച് ചെയ്ത് ഞാൻ ജോജുവിനെ കൂട്ടി വേഗം അങ്ങോട്ടേക്ക് വരാം. അപ്പോഴേക്കും ഗൗരി പറഞ്ഞു, ശ്രദ്ധിച്ചോണം, ആരുടെയും കണ്ണിപ്പെടാനായിട്ട് നിന്നേക്കരുത്. ഇതേ സമയം മഹാദേവനും രാധാമണിയും ശേഖരനോട് ഇങ്ങനെ ഡൈനിങ് ടേബിളിൽ അവിടെ ഇരിക്കുകയാണ്. മഹാദേവൻ ഇങ്ങനെ എന്തൊക്കെയോ ആലോചിക്കുക. അപ്പോൾ എത്ര ആലോചിക്കാനുണ്ട്, അവളെ അങ്ങ് തീർത്ത് കളഞ്ഞാൽ പോരെ എന്ന് ശേഖരൻ. അപ്പം നീ മിണ്ടരുത് എന്ന് പറഞ്ഞു, നിനക്ക് എത്ര ബുദ്ധിയില്ല, നീ നിന്റെ പുന്നാര മോനും കൂടെ ചേർന്നിട്ട് എന്തുട്ട് വിവരക്കേടായി കാണിച്ചു കൂട്ടണേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് മഹാദേവൻ. ഇതേ എലക്ഷന്റെ സമയമാണ്. ഇത് സമുദായ നേതാവായ ചാരങ്ങാട്ട് മഹാദേവന്റെ വീടാണ്. ഇവിടെ അങ്ങനെ ഒരു കൊല നടന്നു എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് എന്താണോ വിലയുള്ളത്? ഈ ചാരങ്ങാട്ട് വീട്ടിൽ വെച്ച് എൻ്റെ മരുമോളായിട്ടുള്ള ഗൗരിയെ നിങ്ങൾ തീ കൊളുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പോലീസ് മീഡിയയോടൊക്കെ ഞാൻ എന്താ പറയാ? എതിർ പാർട്ടിക്കാരെ പ്രശ്നം ഉണ്ടാക്കൂലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. എൻ്റെ ഇലക്ഷൻ അത് ബാധിക്കില്ലേ? എന്നെ എടുത്തിട്ട് അവർ അലക്കൂലേ എന്നൊക്കെ ഇങ്ങനെ അല്ലേ തന്നെ എതിർ പാർട്ടിക്കാർ ഓരോന്ന് പറഞ്ഞ് നടക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്താ ചെയ്യുക എന്നൊക്കെ ചോദിച്ചപ്പോൾ ഗൗരിയെ കൊല്ലണമെന്ന് നമ്മളെല്ലാവരോടും ഒരുമിച്ചല്ലേ തീരുമാനിച്ചത്. ഇപ്പം നിങ്ങളുടെ മനസ്സ് മാറിയോ? അപ്പം കാര്യം നമ്മൾ തീരുമാനിച്ച പോലെ തന്നെയാണ്. പക്ഷേ അതൊരിക്കലും ഈ കുടുംബത്ത് വെച്ചാകാൻ പാടില്ല. ഗൗരി മരിക്കുന്ന ഒരിക്കലും ഈ കുടുംബത്തോ വെച്ചാവാൻ പാടില്ല. ഈ വീടിൻ്റെ പുറത്ത് അപകട മരണമായിട്ട് വേണം ഇവിടെ കാര്യങ്ങളൊക്കെ നടക്കാനായിട്ട്, അവളുടെ മരണം നടക്കാനായിട്ട്. അങ്ങനെ അവളുടെ മരണം പോലും എനിക്ക് അനുകൂലമായ ഒരു സഹതാപ തരംഗമാക്കി മാറ്റാൻ പറ്റുകയുള്ളൂ. അവൾ മരിച്ചു കഴിയുമ്പോഴേക്കും എതിർ പാർട്ടിക്കാർ കൊന്നു എന്ന് പറഞ്ഞു തീർക്കണം. ഇതൊക്കെ ഇവൻ്റെ പ്ലാനാണ് മഹാദേവൻ്റെ. ഈ പ്ലാനൊക്കെ ഇങ്ങനെ പറയുകയാണ് നമ്മുടെ ശേഖരൻ. ഈ ശേഖരനോടും ജാരാമണി തങ്കച്ചിയോടും അവർ അന്തം വിട്ടിങ്ങനെ ഇരിക്കുക കേട്ടോ. നിന്നെയും നിന്റെ വാഷ് ഔട്ട് മോനെ പോലെയും പൊട്ടത്തരങ്ങൾ കാണിച്ചാൽ പണി കിട്ടും. 8ന്റെ പണി മുഹൂർത്തവും ഒക്കെ എടുത്തിട്ട് വേണം കൊല്ലാനായിട്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും ശേഖരൻ പറഞ്ഞു, അച്ഛൻ പറയുന്ന പോലെ അവൾ ചത്ത് കിട്ടാൻ ഇനി എത്ര കാലം കാത്തിരിക്കണം? അപ്പോഴേക്കും നമ്മുടെ കമല അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ മഹാദേവൻ പറഞ്ഞു, അതിനി ഒരുപാട് കാലമൊന്നും കാത്തിരിക്കേണ്ടി വരില്ല, നാളെ തന്നെ അവൾ മരിക്കും. ഇത് കേട്ട് കമല ഞെട്ടുവാട്ടോ. ശേഖരനും മഹാദേവനും ഇയാളെ നമ്മുടെ ചന്ദ്രമതി അല്ലല്ലോ, ശേഖരനും രാധാമണിയും ഒന്നും കണ്ടില്ല കമല ഇങ്ങനെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെ കമല അങ്ങോട്ടേക്ക് വന്നു. എന്നിട്ട് അച്ഛനോട് പറഞ്ഞു, ഇന്ന് വരെ അച്ഛനോട് ഞാൻ മറുത്തൊരക്ഷരം പറഞ്ഞിട്ടില്ല, പക്ഷെ ഇത് കേട്ടപ്പോൾ എനിക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. അച്ഛൻ ഈ ചെയ്യുന്നത് ശരിയാണെന്ന് അച്ഛന് തോന്നണുണ്ടോ? ശങ്കർ താലി കെട്ടിയ പെണ്ണാവള് എന്നും പറഞ്ഞിട്ട് നമ്മുടെ കമല പറയാണ്. ചോട്ടി എഴുന്നേറ്റ് മഹാദേവൻ, എൻ്റെ പേരക്കുട്ടി വയറ്റിലുണ്ടായി പോയി, ഇല്ലായിരുന്നെങ്കിൽ നിന്നെ ആദ്യം ഞാൻ കൊളുത്തിയേനെ എന്നും പറഞ്ഞിട്ട്. അപ്പോഴേക്കും ശേഖരൻ ചാടി കഴിഞ്ഞിട്ട് അവളുടെ മുടുക്കുത്തിന് പിടിച്ചിട്ട്, നീ എൻ്റെ അച്ഛന് നേരെ നിന്ന് സംസാരിക്കാറായോ? ഈ കുടുംബത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. നിനക്ക് എന്തുട്ടാടി അത് മനസ്സിലാവാത്തത്? നിനക്ക് ഈ കുടുംബം അല്ലല്ലോ വലുത്. മര്യാദയ്ക്ക് മിണ്ടാതെ അടങ്ങി ഒതുങ്ങി എവിടെയെങ്കിലും ഇരുന്നോണം എന്നൊക്കെ പറഞ്ഞ് മുടുക്കുത്തിന് പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. ഗൗരിക്കൊപ്പം നിന്നെ തീർക്കും, ഇല്ലെങ്കിൽ അത് വേണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. പോടി, നീ റൂമിൽ പോകാനാ പറഞ്ഞത്. അപ്പോഴേക്കും അവളെ കൊല്ലുന്നതൊക്കെ അത്യാവശ്യം, പക്ഷെ ശങ്കർ ഇത് കഴിഞ്ഞാൽ എന്താകും എന്ന് രാധാമണി ഇങ്ങനെ ചോദിക്കുക. കമല കയറി പോവുകയും ചെയ്തു കേട്ടോ. അയ്യോ, നീ വലിയ കാര്യമാണല്ലോടി ഇപ്പൊ ചിന്തിക്കണത് എന്നെ മഹാദേവൻ. അവള് ചത്താല് അവൻ 4 ദിവസം കിടന്ന് മോങ്ങുമായിരിക്കും. അത് കഴിയുമ്പോൾ അവൻ ഓക്കെ ആകും. അവൻ അവളെ പതുക്കെ മറന്നോളും. നമുക്ക് അവൻ്റെ ജീവിതത്തിലേക്ക് പുതിയൊരു ഗൗരിയെ കൊണ്ടുവരിക വേണ്ടത്. നമ്മളെ അനുസരിക്കുന്ന, നമ്മുടെ മാനം സംരക്ഷിക്കുന്ന ഒരു ഗൗരിയെ. എത്രയോ പേര് ആക്സിഡൻ്റ് ആയിട്ട് മരിക്കുന്നു. ഇതും അങ്ങനെ അങ്ങ് ആയിക്കോളും. ഇന്നൊരു രാത്രി കൂടിയേ ഗൗരിക്ക് ആയുസുള്ളൂ. നാളെ പ്രൊഫസറുടെ മോള് തീർക്കും ഞാൻ എന്നൊക്കെ മഹാദേവൻ ഇങ്ങനെ പറയാം. എന്തായാലും രാത്രിയായിട്ടും നമ്മുടെ
ശേഖരൻ ഉറങ്ങുന്നില്ല കേട്ടോ. ശേഖരൻ കുടിച്ചുകൊണ്ട് റൂമിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. കമലയാണെങ്കിൽ ഇവൻ എങ്ങനെയൊന്ന് ഉറങ്ങി കിട്ടാനായിട്ടുള്ള ആ ഒരു ഉറങ്ങാനായിട്ടുള്ള ശേഖരൻ ഒന്ന് ഉറങ്ങിയിട്ട് വേണം നമ്മുടെ ഗൗരിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ കമല കിടക്കുകയാണ്, പക്ഷെ ഉറങ്ങുന്നില്ല. ഇവൻ കുടിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുക. ഇന്ന് എനിക്ക് ഉറക്കം വരുന്നു തോന്നണില്ല എന്നൊക്കെ ശേഖരൻ ഇങ്ങനെ ഇരുന്ന് പുറപ്പുറുക്കുന്നുണ്ട്. അവളുടെ റൂമിന്റെ ഭാഗത്ത് എപ്പോഴും ഒരു കണ്ണ് വേണം, ഒരു കാരണവശാലും അവൾ രക്ഷപ്പെടാൻ പാടില്ല എന്നൊക്കെയാണ് ശേഖരൻ ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നത്. കമലയാണെങ്കിൽ എങ്ങനെ അവളെ രക്ഷപ്പെടുത്തുന്ന ഓർത്തോണ്ടാ കിടക്കണത്. ഇതേ സമയം അജിത്തും ചോദിച്ചും പുറത്ത് വന്നിട്ടുണ്ട്. ഇവരെങ്ങനെ അകത്തേക്ക് കയറണം എന്നൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവരെങ്ങനെ അകത്തേക്ക് കയറും, ഇനി ക്യാമറയുണ്ടോ? അപ്പം ക്യാമറയൊന്നും ഇല്ലയെന്ന് പണ്ട് ഇങ്ങനെ ശങ്കർ പറഞ്ഞ കാര്യമൊക്കെ ഇങ്ങനെ ഓർക്കുകയാണ്. എന്തായാലും കാത്തോണെ എന്ന് വടക്കുന്ന അതിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവർ അകത്തേക്ക് കയറാനായിട്ടുള്ള പരിപാടിയാട്ടോ. ഇതേ സമയം നമ്മുടെ ശേഖരൻ കുടിച്ചുകൊണ്ടിരുന്ന് പുറപ്പുറുക്കുന്നുണ്ട്. കമല കണ്ണൊക്കെ അടച്ചിങ്ങനെ കിടക്ക ഉറങ്ങിയ മാതിരി. ഗൗരി ഇങ്ങോട്ടേക്ക് വന്നത് ചാകാനാണെന്ന് ഗൗരി അറിഞ്ഞില്ലല്ലോ. ആ തീ കൊളുത്തി അങ്ങോട്ട് കൊല്ലാൻ മതിയായിരുന്നു. അന്ന് വേണി വന്നതുകൊണ്ടാണ്. ഇല്ലായിരുന്നെങ്കിൽ വേണി വന്നില്ലായിരുന്നെങ്കിൽ അവൾ അന്ന് തന്നെ ചത്തേനെ. എന്നിട്ട് ശേഖരൻ കമലയെ പിടിക്കുക, എടി കമലയെ കമലയെന്നും പറഞ്ഞ് ഇവള് ഉറങ്ങി എന്ന രീതിയിൽ കിടക്കുമായിരുന്നു. എന്നിട്ട് എടി കമലയെന്ന് വിളിച്ചപ്പോഴേക്കും എന്താ ശേഖരേട്ടാന്ന് ഇങ്ങനെ ചോദിച്ചു കേട്ടോ. അപ്പം നീ ഉറങ്ങാണ്ട് കിടക്കുമായിരുന്നല്ലേ? എനിക്ക് ഉറക്കം വരുന്നില്ല ശേഖരേട്ട, അല്ലാതെ ഞാൻ മനഃപൂർവ്വം ഉറങ്ങാണ്ട് കിടന്നൊന്നും അല്ല എന്ന് പറഞ്ഞ് കമല എഴുന്നേറ്റു. അതെന്താടി കമല നിനക്ക് ഉറക്കം വരാത്തെ? നിന്റെ രക്ഷകയെ ഞാൻ പൂട്ടിയിട്ടത് കൊണ്ടാണോ? അപ്പം പിന്നെ നിനക്ക് എങ്ങനെയാ സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുക അല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. കണ്ണ് തുറപ്പിച്ച് നോക്കാതെ കിടന്ന് ഉറങ്ങടി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. കമല ഒന്നും മിണ്ടിയില്ല. കമല അങ്ങോട്ട് കിടന്നു. അയ്യോ അവൾക്ക് ഉറക്കം വരുന്നില്ല പോലും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശേഖരൻ വീണ്ടും കുടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. ഇതേ സമയം അജിത്തും ജോജുവും മതിലിയാടി വന്നിട്ടുണ്ട്. അപ്പോൾ എന്തോ ഒരു ഒച്ച കേട്ടിട്ട് നമ്മുടെ വേലക്കാരി എന്ന് നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഇനി പട്ടിയോ വല്ല ആയിരിക്കും, വല്ല പൂച്ച വല്ല മതിലിയാടിയതായിരിക്കും എന്ന രീതിയിൽ വേലക്കാരി അങ്ങ് കയറി പോവാണ്. ഇവരെ കണ്ടില്ല കേട്ടോ. എന്തായാലും നമ്മുടെ ശേഖരൻ ഇന്നത്തോടെ തലവേദന നാളത്തോടെ ഗൗരി എന്ന ചാരങ്ങാട്ട തലവേദന അവസാനിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. കമല അപ്പോൾ അതൊക്കെ കണ്ണുകളൊക്കെ തുറന്നത് കേട്ടോണ്ട് കിടക്കുന്നു. ശങ്കർ ഭായിയുടെ റൂം തപ്പിക്കൊണ്ട് നമ്മുടെ ജോജു അജിത്തും കൂടെ പുറത്തൂടെ നടക്കുക. ഇനി ഗൗരി ശങ്കർ ഭായിയുടെ റൂമിൽ തന്നെ ഉണ്ടോയെന്ന് അറിയത്തില്ലല്ലോ. ഒന്ന് വിളിച്ചു നോക്കാനൊക്കെ ഓർത്തപ്പോൾ ഫോൺ വണ്ടിയിലാണ്. അജിത്തിൻ്റെയും ജോജിൻ്റെയും ഫോൺ വണ്ടിയിലാണ്. ഈശ്വര, എന്താ ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നൊക്കെ ഓർത്ത് നിങ്ങൾ പുറത്തിങ്ങനെ നിൽക്കുക. ശങ്കർഭായിയുടെ റൂമിൽ തന്നെ ഉണ്ടോയെന്ന് അറിയത്തില്ലല്ലോ. ഇനി ആ റൂം ലക്ഷ്യമാക്കി അങ്ങോട്ടേക്ക് പോയാൽ. ഇതേ സമയം കമല ഉറക്കം നടിച്ചിങ്ങനെ കിടക്കുകയാണ്. ശേഖരൻ കമലയെന്ന് വിളിച്ചു. അവളുടെ ഒടുക്കത്തെ ഉറക്കം മനുഷ്യൻ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് അവൾ കിടന്നുറങ്ങുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശേഖരൻ എന്നിട്ട് നമ്മുടെ കമലയെ വീണ്ടും വിളിച്ചുണർത്തുകയാണ്. കമലയെ എഴുന്നേക്കടി ശവി എന്നും പറഞ്ഞിട്ട്. എന്താ ശേഖരേട്ടാ? വേറൊന്നുമില്ല, നീ അങ്ങനെ കിടന്നുറങ്ങണ്ട. നീ സമാധാനത്തോടെ കിടക്കണം കാണുമ്പോൾ എനിക്ക് അങ്ങോട്ട് സഹിക്കണില്ല. ഞാൻ വിളിച്ചുണർത്തിയിൽ നിനക്ക് വിരോധം ഉണ്ടെങ്കിൽ പറ, എല്ലാ വിരോധം സെറ്റാക്കി തരാം. എനിക്ക് നല്ലോണം വിശക്കുന്നുണ്ട് കമലെ എന്നൊക്കെ ഇങ്ങനെ പറയാം. സാധനം ഉള്ളിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഉള്ളിൽ എന്തോ ഇരുന്ന് കുത്തണത് പോലെ. നീ പോയി എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊണ്ടാക്കിക്കൊണ്ട് താ. അപ്പോഴേക്കും കമല ചോദിച്ചാൽ എന്താ ഉണ്ടാക്കേണ്ടത്? എന്തുട്ടായാലും കുഴപ്പമില്ല, നല്ല എരിവും പുളിയുള്ള എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കിയിട്ട് വാ, വേഗം പോയിട്ട് വാ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോഴേക്കും കമല ഉണ്ടായിക്കൊണ്ടിരാന്നൊക്കെ പറഞ്ഞ് പോകാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോഴാണ് നമ്മുടെ ശേഖരൻ്റെ ഫോൺ ബെല്ലടിക്കുന്നത്. ശേഖരൻ്റെ ഫോൺ പോക്കറ്റിൽ നിന്ന് എടുക്കണ സമയത്ത് ശേഖരൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഗൗരിയെ പൂട്ടിയിരിക്കുന്ന ആ ഒരു മുറിയുടെ താക്കോല് താഴേക്ക് വീഴുന്നുണ്ട്. ഇത് കമല കാണുക കേട്ടോ. എന്തായാലും ഗൗരിയെ രക്ഷിക്കാനുള്ള ഒരു മാർഗം കമലയ്ക്ക് മുമ്പിൽ ഇങ്ങനെ തുറന്നു കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. സി ഓക്കെ, താങ്ക് യു.